നമസ്കാരം. ദേവദാരുവിലെ പുതിയൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ നാളുകാർ വീട്ടിലുണ്ടോ? ഭാഗ്യദേവത ഇവർക്കൊപ്പം തീർച്ച. ഉയർച്ചയിലേക്ക് കൈപിടിക്കുന്ന ഏതാണ് ഈ 6 നക്ഷത്രക്കാർ എന്ന് നമുക്ക് നോക്കാം. ജന്മനക്ഷത്രമൊക്കെ അനുസരിച്ച് 27 നാളുകാർക്കും ഓരോരോ പ്രത്യേകതകളുണ്ട്. ഇതിൽ ചില നക്ഷത്രക്കാർ അഗ്നി നക്ഷത്രം എന്ന ഗണത്തിൽപ്പെടുന്നു. നക്ഷത്രഗണത്തിൽ മധ്യഭാഗത്ത് വരുന്ന ഉത്രം, അത്തം, ചിത്തിര, ചോതി, വിശാഖം, അനിഴം എന്നീ 6 നക്ഷത്രങ്ങളെ പറ്റിയാണ് ഞാൻ ഇന്നിവിടെ പരാമർശിക്കുന്നത്. ആദ്യം നമുക്ക് ഉയർച്ചയിലേക്ക് കടക്കുന്ന ഉത്രം നക്ഷത്രത്തെ പറ്റി നോക്കാം. ജീവിതത്തിൽ ഭാഗ്യശാലികളായിരിക്കും ഇക്കൂട്ടർ. ബുദ്ധികൂർമ്മതയിൽ മുൻപന്തിയിലുള്ള ഇവർ എല്ലാം സ്വന്തമായിട്ട് ചെയ്യാനായിട്ട് ഇഷ്ടപ്പെടുന്നവരാണ്. സമൂഹത്തിൽ അറിയപ്പെടുന്ന നല്ലൊരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരിക്കും ഇവർ. അതുപോലെ തന്നെ എല്ലാം കൊണ്ടും ഇവരുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ വരുന്ന ഒരു സമയം കൂടിയാണ്. സമ്പത്തും കഴിവും ഉപയോഗിച്ച് മറ്റുള്ളവരെ സഹായിക്കുവാനുള്ള മനസ്സ് ഈ കൂട്ടർക്ക് ഉണ്ട്. അത് അവരുടെ ഒരു പ്രത്യേകത കൂടിയാണ്. അടുത്തത് നമുക്ക് അത്തം നക്ഷത്രത്തെ പറ്റിയാണ് നോക്കാം. അത്തം നക്ഷത്രം ആകർഷകമായ എല്ലാതരം വ്യക്തിത്വത്തിൻ്റെയൊക്കെ ഉടമകളായിരിക്കും. അത്തം നക്ഷത്രക്കാർക്ക് സമാധാനം ഇഷ്ടപ്പെടുന്ന ഇവർ വഴക്കുകളിൽ നിന്നൊക്കെ മാറി പണം കൈകാര്യം ചെയ്യാൻ വിദഗ്ധരും. ഇവരുടെ ജീവിതത്തിൽ ഒരിക്കലും ഒരു സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ അഭിമുഖീകരിക്കേണ്ടി വരാറില്ല. പ്രശ്നങ്ങൾ ഒത്തുതീർപ്പാക്കുന്നതിലുമൊക്കെ ഇവർ സമർത്ഥന്മാരാണ്. അടുത്തത് ചിത്തിര നക്ഷത്രമാണ്. ചിത്തിര നക്ഷത്രം ജീവിതത്തിൽ അച്ചടക്കം വളരെയധികം ഇഷ്ടപ്പെടുകയും എല്ലാ പ്രശ്നങ്ങളെയും വിവേകത്തോടെ അഭിമുഖീകരിക്കുകയും ചെയ്യുന്നവരാണ് ഈ ചിത്തിര നക്ഷത്രക്കാർ. അവരുടെ ജീവിതത്തിൽ തോറ്റുപോകുമെന്ന് ഉറപ്പുള്ള ഘട്ടത്തിൽ നിന്ന് ഏത് വിധേനയും അവർക്ക് അത് ജയിച്ച് മുന്നേറുവാനുള്ള ഒരു അപാരമായ കഴിവുള്ളവരാണ് ചിത്തിര നക്ഷത്രക്കാർ. കുടുംബത്തിൻ്റെ ഉയർച്ചയ്ക്കായിട്ട് കഠിനമായിട്ട് ഇക്കൂട്ടർ പ്രയത്നിക്കും. രക്ഷിതാക്കളോടും സഹോദരങ്ങളോടും പ്രത്യേക സ്നേഹം പ്രകടിപ്പിക്കുന്നവരായിരിക്കും ചിത്തിര നക്ഷത്രക്കാർ. അടുത്തത് ചോതി നക്ഷത്രമാണ്. ചോതി നക്ഷത്രം ലക്ഷ്യം നേടാൻ ഏതറ്റം വരെ പോകുന്നവരാണ് ചോതി നക്ഷത്രക്കാർ. പുതിയ പുതിയ കാര്യങ്ങളൊക്കെ പഠിക്കുവാനും എപ്പോഴും ഈ കൂട്ടർ സന്നദ്ധത കാണിക്കും. അതുപോലെ തന്നെ കഠിനാധ്വാനത്തിലൂടെയുള്ള വിജയമാണ് ഇവർ കൈവരിക്കുക. സമൂഹത്തിൽ എല്ലാ കൊണ്ടും ഒരു പേരും പ്രശസ്തിയും ഒക്കെ നേടി അറിയപ്പെടുന്നവരായിരിക്കും ചോതി നക്ഷത്രക്കാർ. അപ്പോൾ അടുത്തത് നമുക്ക് വിശാഖ നക്ഷത്രമാണ് നോക്കേണ്ടത്. വിശാഖ നക്ഷത്രക്കാർ ദൃഢനിശ്ചയമാണ് ഇക്കൂട്ടരുടെ ഒരു പ്രത്യേകത എന്ന് പറയാം. സൗഹൃദ സ്വഭാവത്തിന് ഉടമയൊക്കെ ആയതിനാൽ ആളുകളോട് സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും ഒക്കെ ഇക്കൂട്ടർ പെരുമാറും. സാമ്പത്തിക സ്ഥിതി ഭദ്രമായിരിക്കും. ജീവിതത്തിൽ ഇവർക്ക് അപ്രതീക്ഷിത നേട്ടങ്ങളും ഒക്കെ തേടിയെത്താം. കുടുംബവുമായിട്ട് വളരെയധികം അടുപ്പമുള്ളവരും കുടുംബത്തെ സംരക്ഷിക്കുന്നവരുമൊക്കെ ഈ കുടുംബത്തിൽ ജീവിക്കാനൊക്കെ ആഗ്രഹിക്കുന്നവരായിരിക്കും വിശാഖം നക്ഷത്രക്കാർ. അടുത്തത് അനിഴ നക്ഷത്രമാണ്. അനിഴം നക്ഷത്രത്തിൽ പിറന്നവർ ചെറുപ്പത്തിൽ തന്നെ അവർ സമ്പാദിക്കുവാൻ തുടങ്ങുന്നവരായിരിക്കും. പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ഒഴിവായിട്ട് നിൽക്കാനായിട്ട് കൂടുതലും താല്പര്യം കാണിക്കുന്നവരായിരിക്കും. ഈ കൂട്ടർക്ക് പെട്ടെന്ന് തീരുമാനങ്ങളൊക്കെ ഇവർ എടുക്കുന്നവരാണ്. അതുപോലെ തന്നെ സമ്പത്ത് ധാരാളം ഉണ്ടായിരിക്കും. വസ്തുവിലും മറ്റും നിക്ഷേപിക്കുന്നതിന് വസ്തുവില ഒക്കെ നമുക്ക് കൂടുതലും സ്ഥലം വാങ്ങിക്കുന്നതിലൊക്കെ വാങ്ങിച്ച് കൂടുതൽ ധനികനായിട്ടൊക്കെ ഈ കൂട്ടർ മാറും. ഇനി ജോലിയേക്കാളൊക്കെ ഉപരി ബിസിനസ് മേഖലയിലായിരിക്കും ഈ നക്ഷത്രക്കാർ, പ്രത്യേകിച്ചും അനിഴ നക്ഷത്രക്കാർ ശോഭിക്കുന്ന ഒരു മേഖല എന്ന് പറയുന്നത് ബിസിനസ്സിൻ്റെ മേഖലയായിരിക്കും. അപ്പോൾ ഈ നാളുകാർ വീട്ടിലുണ്ടെങ്കിൽ ഭാഗ്യദേവത എപ്പോഴും അവരുടെ കൂട്ടത്തിലുണ്ട്. ഉയർച്ചയിലേക്കായിരിക്കും ഇവർ കൈപിടിച്ച് കയറാൻ പോകുന്നത്. ഈ 6 നക്ഷത്രക്കാരുടെ കാര്യമാണ് ഞാനിന്നിവിടെ നിങ്ങളുമായിട്ട് പരാമർശിച്ചത്. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കണേ. അതോടൊപ്പം ഞാനിടുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് ബെല്ലൈക്കൻ കൂടി ഒന്ന് സ്പർശിക്കുക. അടുത്തൊരു പുതിയ അധ്യായത്തിൽ വരും വരെ നന്ദി, നമസ്കാരം.